ഡിജിറ്റൽ സംഭവം. ഓർമ്മയുണ്ടോ? ഞാനീ പറയുന്നത് ഏറെ കാലത്തിന്റെ അനുഭവം പ്രാക്ടീസ് കൊടുക്കുന്നത്. എനിക്ക് വരാറുള്ളത് ചില വരുമ്പോഴേ ഒരു കാര്യമുണ്ട് കേട്ടോ. 10 ഡീ പിടിച്ചുകൊണ്ട് വാങ്ങിയവരുണ്ടല്ലോ. തീരെ കിട്ടാത്തതാണ്. സന്തോഷമായി. ഇപ്പൊ പ്രിൻസിപ്പാണ് അല്ലേ? ये संगम बहुत खुशी है। अच्छा, संगम तो बहुत खुशी है।
നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത 1-2 പരിപാടി ഒന്ന് പറയുകയാണേ. അതിലൊരു ഐസ് ബ്രേക്കിംഗ് പറയുന്ന പരിപാടി ഇതിലുണ്ട്. ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഒന്ന് വിഷ് ചെയ്തിട്ട് പരിചയപ്പെടലാണ് കാര്യങ്ങൾ. കൂട്ടായ്മയാണ്. ഇതുപോലൊരു കൂട്ടായ്മ വളരെ 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 റെയറായിട്ട് മാത്രമേ സാധ്യമാകൂ. എത്രയോ പ്രധാനപ്പെട്ട അനുഭവങ്ങളും ഓർമ്മകളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഏതാണ്ട് 45-50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ ഹൃദയം നിറയെ സൂക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ പലരും ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ പലരും ഈ 50 വർഷങ്ങൾക്ക് മുമ്പ് വെറും ദിഗംബരന്മാരായി നടക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നിരിക്കണം. 50 വർഷം മുമ്പ് ദിഗംബരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാലഘട്ടത്തിൽ ദിഗംബരന്മാരായിട്ട് നടക്കുന്നതിനകത്ത് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കെട്ടിടത്തില്ലേ, ആ കെട്ടിടത്തിന്റെ സിമെന്റ് ചെയ്യാൻ ഇടാത്ത സിമെന്റ് സംശയമുണ്ട്. ആ വരുന്നത് തെക്ക് നോക്കിയൊന്നും വരികയാണ്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ശകലം പൊക്കമുള്ള ഒരാൾ ഒന്ന് കടന്നു പോയി. അത് ആരെ സഹായിച്ചു? അതെ, കണക്കിന് പോസ്റ്റ് കൊണ്ടുവന്ന് അന്വേഷിച്ച് വന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി കണക്ക് പിന്നെ ജോലിക്ക് തേടി വന്ന മനുഷ്യന് മറ്റു കോൺട്രാക്ട് പരിപാടിക്കാരനൊന്നുമല്ല മനസ്സിലാക്കി. കുട്ടിയസ് മാഷ് ശരിയല്ലേ? ഞങ്ങളിങ്ങനെ വർത്താൻ പറഞ്ഞിരിക്കുക. അതുപോലെ ഓരോരുത്തരെ ഇത് തികച്ചും ആകസ്മികവും എന്നാൽ തികച്ചും സന്തോഷകരവുമായ ഒരു സന്ദർഭമാണ്. ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ 1000 ഭാവനാവിലാസവും അവരുടെ ചിന്താശക്തിയും ഒത്തുചേർന്നുണ്ടായ ഒരു സംഗമമാണ് ഇന്നിവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള അനിൽകുമാർ മാഷ്, കാസിം മാഷ്, അൻവർ മാഷ്, മിത്രദാസ് മാഷ് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ ഞങ്ങൾ പഴയ അധ്യാപകരായിട്ടുള്ള ടീച്ചേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ സന്തോഷം തന്നെ നമ്മുടെ മനുഷ്യൻ്റെ അസുഖം തന്നെ പകുതി മാറിയതുമായി. ഇനി ഞാൻ 2 വാക്ക് പറയാം. ഞാൻ മെച്ചമായിരിക്കുന്ന സമയത്തെ ആ ഒരു കൂട്ടായ്മ ഇന്നുണ്ടെന്നുള്ളതാണ്. എന്താ അന്നത്തെ കൂട്ടായ്മ? എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ലേഡി ടീച്ചേഴ്സും ജെൻസും എല്ലാം സഹായിച്ചിരുന്നു. ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് തന്നെ വരും. തിരിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നില്ല. എല്ലാവരും സഹായിച്ചിരുന്നു. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ മിക്കവാറും ഓർക്കുകയും ചെയ്യും. എന്തായാലും അയക്കും കുറച്ച് പേര് പോയല്ലോ. റസാക്ക്, കുഞ്ഞമ്മോ, നമ്മുടെ അസീസാണെങ്കിൽ ഇന്ന് ട്രഷറിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. പുള്ളി ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ മരിച്ചുപോയി. അങ്ങനെ കുറേ പേര് റുക്കിയ എപ്പോഴും ഞാൻ ഈ വർക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അവൾ ഓഫീസിൽ പോവുക വരിക ഇത് തന്നെയോ അതൊക്കെ എനിക്ക് ഓർക്കാൻ വരെ എല്ലാവരും പോയത്
ഭയങ്കര സങ്കടത്തിൻ്റെയാണ്. അതുപോലെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു 10 സങ്കോയ മാഷ്. ആ സങ്കോയ മാഷിനെ ഞാൻ ഇപ്പോഴും ഓർക്കുക. ആ ക്ലാസ്സിൽ ഇരിക്കുന്ന പുള്ളി പെട്ടെന്ന് പോയി. പിന്നെ അവിടെ ബീരാമ മാഷ്, പിന്നെ നമ്മുടെ മാനേജർമാർ, വാപ്പൊക്കെ, അവസായിട്ട് ഇവരെല്ലാം പോയി എന്നുള്ളവരെ പ്രത്യേകം ഞാൻ ഓർക്കുന്നു. പിന്നെ നമ്മുടെ വാപ്പൊക്കെ വരുമ്പോൾ സ്കൂളിൻ്റെ ഭയങ്കര എനർജിയാണ് അല്ലേ. ആരെങ്കിലും ക്ലാസ്സിൽ പോകാറുണ്ടെങ്കിൽ വണ്ടി വന്ന് മുമ്പിൽ നിൽക്കുമ്പോഴേ എല്ലാവരും അപ്പോഴേ പോവാം ക്ലാസ്സിലോട്ട്. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ എൻ്റെ വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ നമ്മുടെ അസംഗോയ മാസ്റ്റർ പറഞ്ഞപ്പോൾ അങ്ങേരുടെ ജ്യേഷ്ഠൻ അലി റിട്ടയർ ചെയ്ത വർഷം തന്നെ എന്നെ ഫോൺ വിളിച്ചറിയിച്ചിരുന്നു ഞാൻ ഈ റിട്ടയർ ചെയ്തു. അത് തന്നെയല്ല, നമ്മൾ എങ്ങനെ ആ സ്കൂളിനോട് പെരുമാറിയോ അത്ര നല്ല സ്നേഹമായിട്ട് അവിടെയുള്ള പിൻഗാമികൾ നമ്മളെ സ്മരിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഇവിടെ എനിക്ക് മുമ്പേ ഭാഗ്യവാന്മാർ പറഞ്ഞു. നമ്മളുടെ പ്രവർത്തനങ്ങളാണ്. ഞാൻ എൻ്റെ ഓടനാവട്ടത്ത് ഒരു YMCA യൂണിറ്റിന്റെ ട്രഷറായിട്ട് ഇരുന്നിട്ടുണ്ട്. അതിൽ ഫോറം ഓഫ് ഫ്രറ്റേണിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ പൗരസമിതിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫ് അവിടെ എല്ലാം കൂടെ വരും. അവർ ഫാമിലിയെ കൂട്ടിക്കൊണ്ട് പോകാൻ. ഇനി ഈ 20-ാം തീയതി നിങ്ങൾ സീനിയർ സിറ്റിസൺസ് ഓഫ് കൊട്ടാരക്കര അതിൽ ഓണസദ്യയും ബാക്കിയുള്ളതല്ല, അവിടെ എല്ലാം ഇതുപോലെ സംസാരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്നെ നേരത്തെ രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹപാഠികളെ, സഹപ്രവർത്തകരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നിങ്ങളെ കണ്ടുകിട്ടാൻ സാധിച്ചത് ജഗദീശനോട് ആദ്യം നന്ദി പറയുകയാണ്. ഈ സമയത്ത് ഓരോരുത്തരുടെയും പേരറിയാം, മുഖഭാവം മുമ്പിലുണ്ട്. പക്ഷേ ഈ ഒരു വേദി വന്നാൽ ജഗദീശൻ എന്നെ സഹായിച്ചത്, അനുവദിച്ചത് ഞാൻ ആദ്യം ജഗദീശൻ നന്ദി പറയുന്നു. തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ധാരാളം പേർക്ക് ഹാജരാകാനും വരാനും സഹകരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെ സാഹചര്യവും അതുപോലെ ആയിരിക്കാം. അവരവരുടെ കാര്യം അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരൻ എന്നൊരു ശക്തിക്ക് ഇതെല്ലാം അറിയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ശരി, വിഭവസമർത്ഥമായ ഒരു സദ്യയുണ്ടതിന് തുല്യമാണ് നിങ്ങളെ കണ്ടതും ഇവിടെ വന്നതും ഇവിടെ വരെ വന്നു പറ്റാൻ കഴിഞ്ഞതും. ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ്.
പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇത്രയും നേരം ഇങ്ങനെ ഒരു മൗനം വായിച്ചു നിന്നത്. ഞാൻ 1980 ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അന്ന് ആ കുഞ്ഞാവാസൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, ചെറിയൊരു വഴി ഉണ്ടായിരുന്നു. അതിൽ ഒരു ഓലക്കര ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതിൽ 2-3 ക്ലാസ് റൂം ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് അധ്യാപകരൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ഡിസി ടീച്ചർ ഉണ്ടായിരുന്നു, മാഷ് ഉണ്ടായിരുന്നു, പിന്നെ കുട്ടിയസ മാഷ്, മാഷ്, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിന്നമ്മ ടീച്ചറോടെയും നന്ദി പറയുകയാണ് ദൈവത്തിന്. എല്ലാ കുട്ടികളെയും അവിടെ പഠിപ്പിക്കാനായിട്ടും നല്ല നിലവാരത്തിലൊരു വളർച്ച ഉണ്ടാവാനും ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തോടെ തന്നെ ആദ്യം നന്ദി പറയാം. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരോടും എല്ലാവരോടും, രക്ഷിതാക്കളോടും. അന്നത്തെ രക്ഷിതാക്കളല്ല ഇന്നത്തെ രക്ഷിതാക്കൾ എത്രയോ മാറ്റം വന്നിട്ടുണ്ട് അന്നത്തെ. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ സമയം മുഴുവൻ ജേക്കബ് മാഷ് അപഹരിച്ചതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ വെച്ച് ആവേണ്ടിയിരുന്നു ഈ സംഗമം. പക്ഷേ നമ്മുടെ സഹപ്രവർത്തകരായ ചിലരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ഇവിടേക്ക് വെച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ആശയം ആരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞുവോ തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു മാഷയിലേക്ക് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാറുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. സക്രിയ മാഷ ഞാൻ ബന്ധപ്പെടുന്നത് അന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന്റെ മുകളിലെ റൂമിൽ ഒരാൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെയാണ് ഒരു പ്രത്യേക ഒരു രൂപത്തിൽ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. പിന്നീടാണ് അത് നമ്മുടെ ലിസി ടീച്ചറുടെ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ജോലി പറഞ്ഞതായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചെത്താത്തത് കൊണ്ട് നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് സ്കൂൾ വന്ന വർഷമാണ് ഞാൻ അവിടെ വരുന്നത്. 11ാമത്തെ ആളായിട്ടാണ് ഞാൻ രജിസ്റ്റർ ഒപ്പിടുന്നത്. ഓരോരുത്തരും എന്നെ കാണാൻ എത്രമാത്രം അനുഗ്രഹിച്ചിരുന്നു നിങ്ങൾ മനസ്സിലാക്കി. ഓരോരുത്തരുടെയും എന്നെ കണ്ടപ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞിട്ട് പറ്റാത്തതാണ്. ഞാൻ ഇന്നവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടമാണ്. ഏതായാലും ഈ രീതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച
നിമിഷം വരെ ഭയങ്കരമായ ഒരു സന്തോഷമാണ്. കാരണം ഞാനിത് ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഇങ്ങനെയൊരു സ്നേഹസംഗമം. എപ്പോഴും ഞാൻ വീട്ടിൽ മാഷോട് പറയുന്നത് എങ്ങനെ സാധിക്കുകയും നമ്മൾ ഇവിടുന്ന് പെൻഷൻ പറ്റി കഴിഞ്ഞ് തീരെ കാണാത്ത കുറേ മാഷന്മാരും ടീച്ചർമാരും ഉണ്ട്. അവരെയൊക്കെ നമ്മൾ എങ്ങനെ ഒന്ന് കാണും, എല്ലാവരുടെയും ഒന്ന് വീട്ടിൽ പോയി കാണാൻ പറ്റുമോ എന്നൊക്കെ ചിന്ത. മാഷ് സമയം കുറെ എടുക്കും, പിന്നെ പലർക്കും പലതൊക്കെ തോന്നുന്നു. ഇപ്പൊ ഞങ്ങള് ചെറുപ്പമേഷും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ 10-23 വയസ്സുള്ള സമയത്തുള്ള കൽപ്പനകാടി ഒന്നും കൂടി നമ്മുടെ ലോക്കൽ ഗാഡിനോടെ രണ്ടുപേരും ഇവരാണ് നമ്മളെ അവിടെ എത്തിച്ചത്. അവരോടൊന്നും നന്ദിയുണ്ട് അക്കാര്യത്തില്. മൺമറഞ്ഞു പോയ ഒരുപാട് നമ്മുടെ സഹപ്രവർത്തകരെ ആദരപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഒരുപാട് നാളായി നമ്മൾ കാണാൻ ശ്രമിച്ചിരുന്ന അവിടെയുള്ള അധ്യാപകരുടെ കൂട്ടായ്മയിൽ ഞാൻ അധികം പങ്കെടുത്തിട്ടില്ല. 1-2 റിട്ടയർമെന്റിന് വന്നു, ഭക്ഷണം കഴിച്ചു പോയി, അത്രയേ ഉള്ളൂ. ഇന്നിവിടെ എല്ലാവരും ബിഷപ്പിന്റെ വിളിയിലാണ്, അധികമൊന്നും പറയുന്നില്ല. രാവിലെ ഇവിടെ വന്ന് ഇറങ്ങിയ ഉടനെ എല്ലാവരുടെ മുഖത്തുണ്ടായ സന്തോഷം തന്നെയാണ് വളരെ പ്രധാനമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ജീവിതം കെട്ടിപ്പിടിക്കുന്നത് ഇത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു. മരണത്തിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിൽ പലതും മറക്കുന്നു. അവസാനം നമ്മൾ മരണമെന്ന സത്യത്തിൽ എത്തിച്ചേരും. തിരിഞ്ഞു നോക്കാനും തിരിഞ്ഞ് ചിന്തിക്കാനും കഴിയാത്ത മഹാസത്യം. മാറേണ്ടത് ജീന അങ്ങനെയുള്ള ഒഴിവായതുകൊണ്ട് ഒന്നും വരുന്നില്ല. വേറെ വിഷയം കുട്ടികൾക്ക് സെഷന്മാർക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ തിരിച്ചറിയിക്കണ്ടേ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെയധികം സന്തോഷം നിങ്ങളെ കൂട്ടായ്മയിൽ ഇനിയും കൂടി ഉൾപ്പെടുത്തിയതിന് കുഞ്ഞാലി മാഷോട് ഞാൻ നന്ദി. കുറച്ചു നേരം ഇത്രയും നേരം സന്തോഷത്തോടെ ഇരിക്കാൻ കഴിഞ്ഞതിനും
ഇത്ര ദൂരെയൊക്കെ ആയാലും എല്ലാവരെയൊക്കെ വന്നതിലുള്ള സന്തോഷം അറിയുന്നു. എൻ്റെ പപ്പയാണ്. ഗുരുശ്രേഷ്ഠരെ ഏവർക്കും എൻ്റെ സ്നേഹമാണ്. ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ നിന്നും ഓർമ്മക്കോണമൊക്കെ ഞാൻ പതിവായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് മിക്കവാറും എല്ലാവരെയും എനിക്ക് പരിചിതരാണ്. എല്ലാവരെയും അതുപോലെ ആ വോയിസ് മെസ്സേജും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഞാനും ഒരു അധ്യാപികയായിരുന്നു. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കൂളായതുകൊണ്ട് പെരുമ്പാവൂർ തൊട്ട് ചന്നപ്പേട്ട വരെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ സ്കൂളിൽ. സന്തോഷകരമായ ഒരു സമ്മേളനം, ഒരു കൂടിച്ചേരലായി മാറിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും കൂടുതൽ സമയപരിധി കാരണം ഒരു ഗാനം ആലപിക്കുകയാണ്. കൂടുതൽ വാക്കുകളൊന്നും പറയുന്നത്. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ രണ്ട് മക്കളാണ്. മോള് UK-യിൽ, മോൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ കോഴിക്കോട്ടുകാരായിരുന്നു. അവിടുന്ന് വിട്ടു പോകുന്നതിന് ഇപ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ്. പിന്നെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കുഞ്ഞാലി മാഷ് പറഞ്ഞ പോലെ കുറെ തല്ലും തലോടലും ഒക്കെ വാക്കുകളെ കൊണ്ട് ഉപദേശങ്ങളൊക്കെ കൊണ്ട് തന്ന അഭിപ്രായക്കാരായ അധ്യാപികമാരെ, സന്തോഷം ചാൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. കുഞ്ഞാലി മാഷ് പറഞ്ഞ മാതിരി 8ാം ക്ലാസ്സിലെ ക്ലാസ് ചാർജുള്ള അധ്യാപകരുണ്ട്, 9th ഉണ്ട്, 10th ഉണ്ട്. 3 ക്ലാസ് അധ്യാപകർ ഇവിടെ ഉണ്ട്. ഫസ്റ്റത്തത് ഏജ്. അതിന്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾ ഓരോരുത്തർക്കുമുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ വാർത്തെടുത്തത്. കണ്ണുകൾ ഉറവ വറ്റി വരണ്ട് വെളുത്തിട്ടു. വെട്ടി ഉണ്ടാക്കിയ പാതയിലൂടെ അനായാസം മുന്നോട്ട് പോകാനൊരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ഒരു പണിയില്ല എന്നുള്ളത് മനസ്സിലായില്ല. കാരണം അതങ്ങനെ ഇപ്പോൾ സംഘടിപ്പിച്ചത് ആദ്യം തന്നെ അതിന് മുൻകൈ എടുത്ത അനിൽ മാഷ്, ത്രാസ് മാഷ്, അൻവർ മാഷ്, എല്ലാവർക്കും നന്ദിയാണ്. ഇത് സംഘടിപ്പിച്ച അനിൽ മാഷിനും കാസിം മാഷിനും പ്രത്യേകിച്ച്. കാരണം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഇന്ന് ഞാനൊക്കെ അറിയിക്കാതെ വയ്യ. വളരെ കാലമായിട്ട് നമ്മൾ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോന്നതിന് ശേഷം കാണാൻ പറ്റാത്ത ഫസ്റ്റ് വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് ലിസ്റ്റീസിൽ ഒരു പണിയത് നാച്ചുറൽസ് ക്ലബിന്റെ ടൂറിന് പോകാൻ എസ്കോട്ടിങ്. സക്രിയാസ് മാഷ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ടീം ആരെയും അറിയില്ലായിരുന്നു. പക്ഷെ ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? മാറാത്ത വ്യാധിയിൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? സൗഖ്യം പകരുവാൻ വരുമോ? നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? ഏറ്റവും മുതിർന്ന അധ്യാപകൻ, ഒരു സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഈ ഒരു സംഭവത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന